എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ജിഷ്ണു പ്രണോയുടെ ബന്ധുക്കൾ നിരാഹാര സമരം അവസാനിപ്പിച്ചു. നിരാഹാരം തീർന്നത് സർക്കാർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിൽ. 3-ാം പ്രതി വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ അറസ്റ്റിൽ. CP പ്രവീണും അറസ്റ്റിലെന്ന് സൂചന. മാർക്സിസ്റ്റ് BJP സഖ്യത്തിന്റെ സന്തതിയാണ് ലോക്നാഥ് ബെഹ്റയെന്ന് കെ മുരളീധരൻ. ബെഹ്റയെ മാറ്റിയാൽ പിണറായിയുടെ കസേര തെറിക്കും. KM ഷാജഹാനെ ജാമ്യമില്ലാതെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മാതാവ് നിരാഹാര സമരം തുടങ്ങി. ഷാജർ ഖാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് SUCI സമരത്തിൽ. പാതയോരത്തെ മദ്യശാലകളുടെ നിരോധന ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. റോഡ് ഗതാഗത മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള രൂപരേഖ തയ്യാറാക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം നന്ദൻകോട്ട് 4 പേരെ വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മൃതദേഹത്തിന് 3 ദിവസം പഴക്കം. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. TP സെൻകുമാർ കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം. കേസ് അനന്തമായി നീട്ടാൻ ശ്രമമെന്ന് സെൻകുമാറിന്റെ എതിർവാദം. ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കൾ നടത്തിയ സമരം ഒത്തുതീർപ്പായി. കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു, സ്റ്റേറ്റ് അറ്റോർണി ജനറൽ KV സോഹൻ എന്നിവർ ജിഷ്ണുവിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് സമവായം ഉരുത്തിരിഞ്ഞത്. കേസിന്റെ നിയമവശങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ ഒത്തുതീർപ്പ് ഫോർമുലകൾ സംബന്ധിച്ചുമായിരുന്നു ചർച്ച നടത്തിയത്. ഒത്തുതീർപ്പ് ഔദ്യോഗികമായതിനു ശേഷം, അതായത് ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിട്ടതിനു ശേഷം നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടാകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, സമരം അവസാനിപ്പിച്ചുകൊണ്ട് എപ്പോൾ ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കാണും? ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ആര് പറയും? അല്പസമയത്തിനകം തന്നെ സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചകളെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച സൂചനകളും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി ഇന്ന് ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തത് ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദയഭാനുവും ഒപ്പം തന്നെ സ്റ്റേറ്റ് അറ്റോർണി AK സോഹനുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഇവരായിരിക്കും സർക്കാരിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജിഷ്ണു പ്രണോയിയുടെ അമ്മയും മഹിജയും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ബന്ധുക്കളുമായി ഇരുവരും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമവായം സംബന്ധിച്ച ഒരു നിബന്ധന ഉടമ്പടി എഴുതിയുണ്ടാക്കി അത് ഒപ്പിട്ടതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്ന് ഇരുകൂട്ടരും അറിയിച്ചിട്ടുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ചതിന് ശേഷം, നിബന്ധനകൾ ഒപ്പിട്ടതിന് ശേഷമായിരിക്കും അല്പസമയത്തിനകം തന്നെ ഇവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ശരണ്യ, ഒറ്റ കാര്യമാണ് അറിയാനുള്ളത്. പോലീസുകാർക്കെതിരെ, വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് രേഖാമൂലമായുള്ള ഉറപ്പാണോ? അത് ഈ കരാറിൽ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാണ് മഹിജയുമായി ഇക്കാര്യം ചർച്ച ചെയ്തത്. മഹിജയ്ക്ക് കിട്ടേണ്ട ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നായിരുന്നു ലഭിക്കേണ്ടത്. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി മഹിജയെ ഫോണിൽ നേരിട്ട് വിളിക്കുകയായിരുന്നു. നേരിട്ട് വിളിച്ച് ഇക്കാര്യത്തിൽ മഹിജ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം അവതരിപ്പിച്ചു. തനിക്കും കുടുംബത്തിനും നേരെ ആക്രമണം അഴിച്ചുവിട്ട 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ് വിവരം. ഏതായാലും ശരണ്യ, ഇവർ മാധ്യമങ്ങളെ കാണുന്നതിന് മുറയ്ക്ക് അറിയിക്കുക. നമുക്കത് തത്സമയം പ്രേക്ഷകരെ അറിയിക്കാം. ചർച്ചയിലേക്ക് ശ്രീ ജേക്ക് സി തോമസ്, SFI ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ്, ഒപ്പം സാമൂഹ്യ നിരീക്ഷകരായ ശ്രീമതി T പാർവതി, ശ്രീ കിരൺ തോമസ്, ശ്രീ K വേണു എന്നിവർ. ആദ്യം ശ്രീ ജേക്ക് സി തോമസ്, കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ സർക്കാരിന് തോൽവി സമ്മതിക്കേണ്ടി വന്നില്ലേ? സർക്കാർ ഇന്ന് ഉച്ചവരെയും എടുത്തിരുന്ന നിലപാട് പോലീസ് കൃത്യനിർവഹണം നടത്തുക മാത്രമാണ് ഉണ്ടായത്, ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നായിരുന്നു. അതാണ് ഇന്നലെ എല്ലാ പത്രങ്ങൾക്കും പരസ്യമായി നൽകിയത്, ജനങ്ങളെ അറിയിച്ചത്, മുഖ്യമന്ത്രി ആവർത്തിച്ചത്. ഒടുവിൽ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാമെന്ന് ഇന്ന് മഹിജയ്ക്ക് ഉറപ്പ് നൽകി സമരം പിൻവലിക്കുമ്പോൾ സർക്കാർ ജനങ്ങൾക്ക് മുൻപിൽ തോറ്റില്ലേ? ഇവിടെ സർക്കാരിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകുന്ന ഒരു പ്രതിനിധി എന്ന നിലയിലല്ല ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നിറഞ്ഞ അഭിമാന ബോധമാണുള്ളത്. കാരണം ഈ സർക്കാർ ജിഷ്ണുവിൻ്റെ രക്തസാക്ഷിത്വത്തോട് പരിപൂർണമായി നീതി നിർവഹിക്കാൻ കഴിയുന്ന സർക്കാരാണ് എന്ന പ്രഖ്യാപനത്തെ അർത്ഥവത്താക്കിക്കൊണ്ടാണ് ഇപ്പോഴിതാ ആ ശക്തിവേൽ എന്ന് പറയുന്ന ആ
കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദക വീരകനെ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇതേ സഖാവ് പിണറായി വിജയന്റെ ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ജിഷ്ണു പ്രണോയുടെ രക്തസാക്ഷിത്വം ഉണ്ടായ ദിവസമായിരുന്നു ആ പ്രിയപ്പെട്ട അമ്മ മഹിജ ഏറ്റവും കൂടുതൽ കണ്ണീർ വാർത്തതും കരഞ്ഞതും. അത് അന്ന് എത്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായി എന്ന് പരിശോധിച്ചാൽ വളരെ നിരാശയായിരിക്കും നമ്മൾക്ക് ഫലമായി ഉണ്ടാവുക. പക്ഷേ ആ അമ്മ അന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ പേരുകളിൽ ഒന്നാമത്തെ ആൾ ശക്തിവേലായിരുന്നു. ആ കോളേജിലെ ഇടിമുറികളിൽ കയറ്റി വിദ്യാർത്ഥികളെ മർദ്ദിച്ചുകൊണ്ടിരുന്ന മർദ്ദക വീരനായ ആ കോളേജിലെ അധ്യാപകൻ ശക്തിവേലായിരുന്നു. ജനുവരി 6-ാം തീയതി നടന്ന മരണം, ഫെബ്രുവരി 13-ാം തീയതി ഈ പ്രതികളെ ചേർത്ത് ഒരു FIR, അതിനുശേഷം ഏപ്രിൽ മാസം 10-ാം തീയതി പ്രതികളെ പിടിച്ചിട്ട് ഇതൊരു മഹാസംഭവമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ ശക്തിവേൽ എന്ന ആളെ എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചില്ല? അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് എല്ലാ വാതിലുകളും മുട്ടേണ്ടി വന്നത്. അതുകൊണ്ടാണ് DGPയുടെ ഓഫീസിന് മുൻപിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് അവർക്ക് ബൂട്ടിന്റെ ചവിട്ടേറ്റ് വീഴേണ്ടി വന്നത്. സഹന സമരത്തിനൊടുവിൽ പോലീസ് പ്രതിയെ പിടിച്ചു എന്നുള്ളത് സർക്കാർ അത്ര അഭിമാനപൂർവ്വം കൊട്ടിഘോഷിക്കേണ്ട ഒന്നാണോ? ശ്രീ അഭിലാഷ്, എനിക്ക് 2 മിനിറ്റ് നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ 2 മിനിറ്റ് സമയം നൽകണം. ഞാൻ പഴയൊരു ചരിത്രം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇതുമായി ബന്ധമുള്ളതല്ല നിങ്ങൾ പറഞ്ഞ ഇടയ്ക്ക് കയറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് സമഗ്രമായ മറുപടി നൽകാൻ തയ്യാറാണ്. പറയൂ ജയ്ക്ക്, 2 മിനിറ്റ്. രജനി എസ് ആനന്ദിന്റെ രക്തസാക്ഷിത്വം നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശ്രീ അഭിലാഷ് അടക്കം. ആ രക്തസാക്ഷിത്വം ഉണ്ടായപ്പോൾ 2004 ജൂൺ 23-ാം തീയതി അന്നത്തെ മന്ത്രിസഭയിൽ ആര്യാടൻ മുഹമ്മദ് പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഒരു പെൺകുട്ടി താഴേക്ക് ചാടിയപ്പോൾ ആ പെൺകുട്ടി അണിഞ്ഞിരുന്ന ചെരുപ്പിന്റെ വില 800 രൂപയാണ്. വില കൂടിയ ചെരുപ്പ് ധരിച്ചിരുന്ന കുട്ടിയാണ് അതെന്നായിരുന്നു ആദ്യത്തെ പ്രതികരണം. സമരം രൂക്ഷമായി SFI കേരളത്തിന്റെ കലാലയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അന്നത്തെ UDF മന്ത്രിസഭയുടെ പരമമാന്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് രജനി എസ് ആനന്ദിന്റെ കന്യകത്വ പരിശോധന നടത്തണമെന്ന് വിളിച്ചു പറഞ്ഞു. മൂന്നാമതൊരു ഘട്ടം കൂടി ഞാൻ ഓർപ്പിക്കാം. സ്വന്തമായി ഒരു മുറി മാത്രം വീടുണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് സാമ്പത്തിക സഹായം 1 രൂപ നൽകാൻ കേരളത്തിലെ UDF സർക്കാർ തയ്യാറാവാതെ വന്നപ്പോൾ എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ആണ് 4 ലക്ഷം രൂപ പിരിച്ചെടുത്ത ആ പെൺകുട്ടിക്ക് സ്വന്തമായ ഒരു വീടും ആ പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ള മറ്റൊരു ആശ്രിതന് ജോലിയും കണ്ടെത്തി കൊടുത്തത് എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. ഇന്നിതാ ഈ 2017-ൽ സമാനമായ ഒരു ആത്മഹത്യ ആവർത്തിക്കപ്പെടുന്നു, ഒരു രക്തസാക്ഷിത്വം ഉണ്ടാവുന്നു. എന്താ ഉണ്ടായത്? ആ കേസിൽ ഈ കൃഷ്ണദാസ് എന്ന് പറയുന്നത് വെറും നിസ്സാരക്കാരനല്ല. ഇവിടെയുള്ള ബാക്കി ആളുകൾ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ പറയാം, KSUവിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന കൃഷ്ണദാസിന്റെ കോളേജിന് നമ്മുടെ നാട്ടിലെ സ്വാശ്രയ ലോബിയുടെ ഏറ്റവും വലിയ നേതാവിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. AK ആന്റണി അംഗീകാരം കൊടുത്ത കോളേജിൽ ഇടിമുറികൾ ഉണ്ടാക്കി വെച്ചത് കോൺഗ്രസുകാരനായ മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകൻ സഞ്ജിത്ത് വിശ്വനാഥനായിരുന്നു. ആ സഞ്ജിത്തിനെയും കൃഷ്ണദാസിനെയും പ്രവീണിനെയും ശക്തിവേലിനെയും പ്രതിയാക്കി കേസെടുക്കാൻ ഈ സർക്കാർ തയ്യാറായി. 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് ധനസഹായം നൽകാൻ മന്ത്രിസഭ തയ്യാറായി. അതുകൂടാതെ മറ്റൊരു കേസിലാണെങ്കിൽ പോലും ഈ കൃഷ്ണദാസിനെ റിമാൻഡിലിടാൻ ഈ സർക്കാർ തയ്യാറായി. ബാക്കി ഇപ്പോഴത്തെ നാളെ മറ്റന്നാളുമായി ആന്റിസിപ്പേറ്ററി ബെയിൽ സമർപ്പിക്കാനിരുന്ന ശക്തിവേൽ ഉൾപ്പെടെ അനൌദ്യോഗിക വിവരപ്രകാരം ഇപ്പോൾ പ്രവീണിനെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിലിറക്കാൻ ഈ സർക്കാർ തയ്യാറായി. മുമ്പൊരു ഘട്ടത്തിൽ രജനി എസ് ആനന്ദിന്റെ രക്തസാക്ഷിത്വം ഉണ്ടായപ്പോൾ കന്യകത്വ പരിശോധന നടത്തണമെന്ന് പറയുകയും 1 രൂപ കുടുംബത്തിന് ധനസഹായം ചെയ്യാതിരിക്കുകയും ചെയ്ത UDF-നെ പോലെ ആയിരുന്നില്ല നിലപാടുകൾ 2 തരത്തിലായിരുന്നു എന്ന് വാദിക്കാൻ താങ്കൾക്ക് മതിയായ സമയം കിട്ടി. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീമതി T. പാർവതി, എന്താണ് സംഭവിച്ചത്? ഇതുവരെ സർക്കാർ, ഒപ്പം സർക്കാരിനെ നയിച്ച രാഷ്ട്രീയ പാർട്ടി, പോലീസുകാർ കൃത്യനിർവഹണം നടത്തുകയായിരുന്നു, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി കാര്യങ്ങൾക്ക് മാറ്റം വന്നു. ഒടുവിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാം എന്ന നിലയിൽ ഈ സമരം അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ആ സമൂഹത്തിൻ്റെ വിജയമായി കാണേണ്ടതുണ്ടോ ഇതിനെ? ജയവും പരാജയവും ഒന്നും ചർച്ച ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. 24 മണിക്കൂർ ആയി അവർക്ക് മൂത്രം പോയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹിജ എന്ന് പറയുന്ന ഇത്രയും ഒരു ആർജവമുള്ള, ഇത്രയും ഒരു കരുത്തുള്ള ഒരു സ്ത്രീ വളരെ അപൂർവമേ കാണാൻ കഴിയും. ഒരു നമ്മളൊക്കെ പറയുമല്ലോ ഒരു കട്ട സഖാവ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കണ്ണുകളിൽ ഒരു തീരുമാനമുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഞാൻ വെള്ളം കുടിക്കില്ല. അവരവിടെ അങ്ങനെ തന്നെ തീർന്നേനെ. അവരുടെ മകളും കഴിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനോടൊപ്പം ആധി ചേർന്ന് നിന്നപ്പോൾ ഒരു കരിങ്കല്ല് പോലെ അനങ്ങാപ്പാറ നിന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയായിരുന്നു. എന്നും ഭരണ സംവിധാനങ്ങളും സർക്കാരും ഇങ്ങനെ തന്നെയാണ്, അതൊരിക്കലും അനങ്ങില്ല. സെക്രട്ടറിയുടെ മുമ്പിൽ കിടക്കുന്ന ശ്രീജിത്ത്,
ആ കുട്ടിക്ക് സിമിലറായിട്ട് പോലീസുകാർ കൊണ്ടുപോയി അവരുടെ സഹോദരനെ കൊന്നതാണ്. അവനും ഒരു നിലയ്ക്കുള്ള പിന്നെ പരിഗണനയും കിട്ടുന്നില്ല. ഇതേ DGPയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും ഈ ഭരണ സംവിധാനം ഇങ്ങനെ മുറ പോലെ എന്ന് പറഞ്ഞ് അതിങ്ങനെ സമയം വലിച്ചഴിച്ച് പോകുന്നത് കണ്ട് ഭയന്ന് നിന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇടത് സർക്കാർ വരുമ്പോഴാണ് മാറ്റം വരിക. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ തച്ചുടയ്ക്കാനും മാറ്റം വരുത്താനും ജനപക്ഷത്ത് നിന്ന് തീരുമാനമെടുക്കാനും വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും വില അറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷം തീരുമാനിക്കും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ കുറച്ച് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്താളിച്ചു പോയി. കാരണം ദുഃഖം പറയാൻ വന്ന ഒരു സ്ത്രീയെ അവരവിടെ വീണ് കിടക്കുമ്പോൾ അവരുടെ പുറത്തൂടെ വന്ന് സ്ത്രീയെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ വയറ്റിൽ ചവിട്ടുകൊണ്ടു അവരുടെ സഹോദരനെ വലിച്ചു മാറ്റുന്നത് കണ്ട് ബാധി പൂണ്ട് അലറിയപ്പോഴത്തേക്ക് അവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു. പിന്നെ നുഴഞ്ഞുകാറ്റക്കാരുമായാണ് വന്നതെന്ന് പറഞ്ഞു. 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള നുണകൾ പരസ്യ രൂപത്തിൽ അടിച്ചു വെച്ചു. അപ്പൊ നമ്മൾ വല്ലാതെ പകച്ചു. ഇത് എന്താണിത്? നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ്? ഇതൊക്കെ നടക്കുമോ? ഈ കേരളത്തിലാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് അന്താളിച്ചു നിന്നു. ഇന്ന് എന്ത് മാജിക്കാണെന്ന് അറിയില്ല. എൻ്റെ അറിവിൽ തന്നെ സുഗതകുമാരി ടീച്ചർ നേരിട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് നേരിട്ട് ഇതിനകത്ത് VM സുധീറിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു, ശ്രീജിത്ത്, അമ്മാവനായ ശ്രീജിത്ത്, അങ്ങനെ എത്രയോ പേര്, കാനം രാജേന്ദ്രൻ തുടങ്ങി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ഗോവിന്ദ മാസ്റ്റർ തുടങ്ങി ഒരുപാട് പേര് ഇതിനകത്ത് ഇടപെട്ട് ഇതിനകത്തൊരു നീതി വേണം, നീതിപൂർവമായ മാറ്റം വേണം എന്ന് പറഞ്ഞ് ഒരു കരുത്തോടെ ഒരുമിച്ച് കേരളം നിന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, എന്ത് മാജിക്കാണ് ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചതെന്ന് അറിയില്ല. കേന്ദ്ര നേതൃത്വം ഇടപെട്ടു എന്ന് പറയുന്നു, ശ്രീ കാനം അവിടെ ചെന്നു എന്ന് പറയുന്നു, കോടിയേരി അത് സ്വാഗതം ചെയ്തു എന്ന് പറയുന്നു, വൈകുന്നേരമായപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. ഒരു ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ്. ശ്രീ കിരൺ തോമസ്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ജിഷ്ണു കേസ് എന്നുള്ളതിനെ മാറ്റിവെച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിലുള്ള സമരം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ, സൂചി കൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടും എടുക്കാൻ പറ്റാതെ JCB കൊണ്ട് എടുക്കാൻ പരിശ്രമിച്ച ഒടുവിൽ ഏതാണ്ട് അങ്ങോട്ട് എത്തുന്ന അവസ്ഥയിലാണ്. ആരെ കുറ്റം പറയും? ഇതിൽ ഈ പോലീസിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് എന്താ പിണറായി വിജയൻ്റെ നയം, അതാണ് ഇതിനകത്ത് ഏറ്റവും തെറ്റായ സംഗതി. പോലീസ് സ്വതന്ത്രമായാൽ എന്ത് സംഭവിക്കുമെന്നതിന് കൃത്യമായ ഉദാഹരണം AK ആന്റണിയുടെ അനുഭവത്തിലുണ്ട്. AK ആന്റണി ഈ നാട് വിട്ട് ഡൽഹിക്ക് പോകേണ്ടി വന്നത് ഈ പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷമാണ്. ഈ പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ പോലീസുകാർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഉച്ചയ്ക്ക് മുന്നേ സംഭവിച്ചതെന്ന്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണ് ഉച്ചയ്ക്ക് മുന്നേ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുള്ള മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ട്. ആരെങ്കിലും തലയ്ക്ക് സ്ഥിരമുള്ള ആരെങ്കിലും ആ റിപ്പോർട്ട് കേട്ടിട്ട് ഇനി പോലീസിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഈ പോലീസിനെ DGP ഓഫീസിന് മുന്നിലേക്ക് സമരം ചെയ്യാൻ പാടില്ല, അങ്ങനെ സമരം ചെയ്താൽ ഞങ്ങൾ അവരെ ക്ലിയർ ചെയ്യും എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോടെ പറയേണ്ട ഒരു റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണത്, അവിടെ ഞങ്ങൾ സമരം ചെയ്യാൻ വരുന്നവരെ മാറ്റും എന്ന് പറയുന്നതിന് പകരം എന്താ ഇതിന് പറഞ്ഞത്? SUCIയുടെ രേഖ. SUCI നിരോധന സംഘടനയാണ് ഈ നാട്ടിൽ. SUCIയുടെ മുഖപ്രസംഗത്തിൽ പോലീസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ എഴുതും. അവർ നിരോധന സംഘടനയല്ല. ഇതൊക്കെ നമ്മൾ മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഏതെങ്കിലും കള്ളക്കേസിൽ മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴും ആ രേഖ കിട്ടി ഈ രേഖ കിട്ടി എന്ന് പറയുന്നത് പോലെ ഒരു രേഖ കിട്ടി. തോക്ക് സ്വാമിയും ഷാജിർ ഖാനും ഈ കൃഷ്ണുവിൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചത്. എൻ്റെ മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ട് എന്ന് നോക്കൂ. കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനെ സപ്പോർട്ട് ചെയ്തോ? സർക്കാരിനെ അടിക്കാൻ, ഇന്നലെ വരെ സർക്കാരിന് വേണമെങ്കിലും ഒരു എഡ്ജ് ഉണ്ടെന്ന് പറയാൻ, അവർക്ക് ന്യായം എന്തെങ്കിലും ഒരു ന്യായീകരണം പറയാം. ഈ ന്യായീകരണത്തെ ദുർബലമാക്കുകയും അപഹാസ്യരാക്കുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് മുന്നിൽ ഒരു മറുപടി പറയാൻ സർക്കാരിന് കഴിയാതെ പോയി. അത് കേട്ട നിമിഷം തൊട്ട് അതുവരെ വിമർശിക്കുകയും അതുപോലെ എന്താ പൊളിറ്റിക്കൽ വെൻഡേറ്റയൊക്കെയുള്ള പിന്നെ ഡയലോഗുകൾ അടിച്ച എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാർക്കും മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് പോയാൽ നമ്മൾ മൊത്തം മുങ്ങും. കാരണം ഇതിന് മാത്രം അപഹാസ്യമാകാൻ ഇനി ഒന്നുമില്ല. കാരണം സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു റിപ്പോർട്ടല്ല ഇന്ന് മനോജ് എബ്രഹാം സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. കാരണം അത് രാവിലെ തന്നെ പോലീസിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന പിണറായി വിജയന് ഇനി പോലീസിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയാൽ അപഹാസ്യനാകുമെന്ന് ഉറപ്പുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് മനോജ് എബ്രഹാം. അതാണ് താങ്കളുടെ നിരീക്ഷണം. ശ്രീ K. വേണു, സാമാന്യ ബുദ്ധിയെ അപഹസിക്കുന്ന തരത്തിലുള്ള ന്യായവാദങ്ങൾ കേട്ട് മടുത്ത കേരളം വളരെ ശക്തിയുള്ള തെളിമയുള്ള നിലപാടെടുത്ത് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് വാശി പിടിച്ചിരുന്ന ഭരണകൂടത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇത്തരം വിദണ്ഡവാദങ്ങളൊക്കെ ഒടുവിൽ തോൽപ്പിക്കപ്പെടും എന്ന് വന്നത്
വളരെ ശക്തമായ ഒരു പൊതുസമൂഹം കേരളത്തിലുള്ളത് കൊണ്ടാണോ അത്തരത്തിൽ ഒരു സർക്കാരിൻ്റെ പിടിവാശിയെയോ വാശിയെയോ ധാർഷ്ട്യത്തെയൊക്കെയോ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ മാത്രമൊക്കെയുള്ള അഭിപ്രായ രൂപീകരണ ശേഷി കേരളത്തിൻ്റെ പൊതുസമൂഹം ആർജിച്ചിട്ടുണ്ടോ? പൊതുവിൽ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ തന്നെ ഇപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. സർക്കാരിൻ്റെ വളരെ തെറ്റായ ഭരണ സമീപന രീതികൾ മുഴുവൻ തന്നെ തിരുത്താൻ അവരിപ്പോൾ തൽക്കാലം നിർബന്ധിതമായിരിക്കുന്നു. കുറേ നാളുകളെ കാണുന്ന കാര്യമാണ് ഇത് ഇക്കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ പിണറായി വിജയൻ പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല. സ്വാതന്ത്ര്യം കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ കാണാവുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യുന്നത്, IAS കൈകാര്യം ചെയ്യുന്നതിനെല്ലാം തന്നെ പിണറായി വിജയൻ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഭരണനിർവഹണം എങ്ങനെ എന്നുള്ളതിൻ്റെ പ്രാഥമികമായ അനുഭവം പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഉപദേശകർ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയില്ല. തൻ്റെ ധാർഷ്ട്യത്തിനനുസരിച്ച് താരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ അങ്ങ് പെരുമാറും എന്ന രീതിയിലുള്ള ഒരു മിഥ്യാബോധത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ഭരണമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ പരാജയമാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ നോക്കൂ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു കുടുംബമായ ഈ ജിഷ്ണു കുടുംബത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? പിണറായി വിജയന് വളരെ നേരത്തെ തന്നെ പോയി അമ്മയെയും കുടുംബത്തെയും നേരിട്ട് കണ്ടൊന്ന് സമാശ്വസിപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് അയാൾ ചെയ്തില്ല? ധാർഷ്ട്യം തന്നെയാണ്. വളരെ തെറ്റായ സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു ഭരണാധികാരി എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള പ്രാഥമികമായ ധാരണ പോലുമില്ല. അദ്ദേഹം പണ്ട് മറ്റേ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നപ്പോൾ നല്ല ഭരണ നൈപുണ്യം കാണിച്ചു എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഭരണാധികാരിയെ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിച്ചവർ പലരുമുണ്ട്. പക്ഷെ അത് മുഴുവൻ തന്നെ അസ്ഥാനത്തായി പോയി എന്നാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ സുഹൃത്ത് സംസാരിച്ച പോലെ പണ്ട് AK ആന്റണി പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവനുണ്ട്. അന്ന് തന്നെ ഞാനതന്ന് ആ കാലഘട്ടത്തിൽ തന്നെ അതിനെ കമന്റ് ചെയ്തു. ആന്റണി അബദ്ധമാണ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ പോലീസ് ഒരിക്കലും സ്വതന്ത്ര പോലീസല്ല. കേരളത്തിലെ പോലീസ് ഓരോ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ളവരും രാഷ്ട്രീയമായി കൃത്യമായി ധാരണയുള്ളവരുമാണ്. അപ്പോൾ അവർക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന സർക്കാർ അവരുടെ നയത്തിനനുസരിച്ച് അവരെ നിയന്ത്രിക്കുക തന്നെ വേണ്ടതുണ്ട്. അത് ആ രീതിയിലാണ് നിയന്ത്രിക്കേണ്ടതെന്ന് മാത്രം. കക്ഷി രാഷ്ട്രീയ തലത്തിലല്ല നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ വിട്ടുകഴിഞ്ഞാൽ അവരവരുടെ തോന്നിയ രീതിയിൽ ചെയ്യുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ട് അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഓരോ പ്രദേശത്തും പാർട്ടിക്കാർ തന്നെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ മോശമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ആരും ചോദിക്കാനില്ല എന്നുള്ള അവസ്ഥയുണ്ട്. തോന്നിയിടത്ത് തോന്നിയ രീതി ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതെല്ലാം ഇന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതിന്റെ മീഡിയേറ്ററായിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു സംസാരിക്കുകയാണ്. എന്താണ് ഫോർമുല എന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം. 5-ാം തീയതിക്ക് ശേഷമുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി മഹിജയുമായി സംസാരിച്ചു. മഹിജ ആവശ്യപ്പെട്ട പ്രകാരം മഹിജയുടെ പരാതിയിൽ ഉചിതമായ നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമവിധേയമായി തന്നെ എടുക്കും എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. സസ്പെൻഷൻ ബോർഡിൽ എന്തെങ്കിലും ഉറപ്പ്? അത് മുഖ്യമന്ത്രി പരിശോധിക്കും. നിയമപരമായ നടപടികൾ എടുക്കും. നിയമപരമായ പരിശോധനകൾക്ക് ശേഷം അത് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അഗ്രിമെന്റ് സൂക്ഷ്മമായി നിങ്ങൾ എല്ലാവരും വായിക്കണം. 10 കാര്യങ്ങൾ അടങ്ങിയ അഗ്രിമെന്റ് ആണ് ഈ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ സോഹൻ സാറും ഞങ്ങളുടെ കേസിന്റെ നടത്തിപ്പിന് ഞങ്ങൾ വിശ്വാസപൂർവ്വമായി ഏൽപ്പിച്ച CP ഉദയഭാനു അദ്ദേഹവുമാണ് ഞങ്ങളുമായുള്ള ചർച്ചയ്ക്ക് സർക്കാർ നിയോഗിച്ചത്. അത്രയും വിശ്വസ്തർ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഒരു മടിയും കൂടാതെ തന്നെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങളുടെ മഹിജേച്ചിയുടെ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങൾ നിരാഹാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഹൻ സാറ് വിഷ്ണുയോട് നിരാഹാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം ഞാൻ പറയും, അപ്പോൾ അവളെ നിരാഹാരം അവസാനിപ്പിക്കും. അതാണല്ലോ നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് സോഹൻ സാറിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുകയാണ്. അവിഷ്ണ അമ്മയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മയും മറ്റെല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ വെള്ളം കഴിച്ചു. അതുകൊണ്ട് മഹിജയും വെള്ളം കഴിക്കണം. എന്നിട്ട് നിരാഹാരം അവസാനിപ്പിച്ച് ആരോഗ്യത്തോടെ നിൽക്കണം കേട്ടോ. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനുള്ള എല്ലാ സഹായവും
സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. സർക്കാർ എല്ലാ നടപടികളും സർക്കാർ പ്രോമിസ് ചെയ്തതുപോലെ എടുത്തിരിക്കും. അതിന് ഞങ്ങൾ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിട്ട് അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. മോളു നമ്മളെ സമരം ഗംഭീരമായി വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരോടും നമ്മുടെ കൂടെയുണ്ടായിരുന്നു. ആ വിജയമാണ്. മോള് സമരം അവസാനിപ്പിക്കണം. അമ്മ അവസാനിപ്പിച്ചു. ഇതാ നീ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും. മോള് പറ. ഹലോ മോളൂന് വെള്ളം കൊടുത്തോ? സമരം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത്. പ്രേക്ഷകർ കേട്ടതുപോലെ സർക്കാരുമായുള്ള ചർച്ചയിൽ 10 കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ചു എന്നാണ് ശ്രീജിത്ത്, ജിഷ്ണുവിൻ്റെ അമ്മാവൻ, വിശദീകരിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ സമരം അങ്ങനെ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ ഷംസീർ MLA മലപ്പുറത്ത്. ശ്രീ എൻ ഷംസീർ, ഈ കാര്യം നേരത്തെ ആകാമായിരുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ സംഭവം ഉണ്ടായ ദിവസം ഇതേമാതിരി മുഖ്യമന്ത്രി ഇന്ന് മഹിജയോട് സംസാരിച്ചതുമാതിരി ഒന്ന് ടെലിഫോണിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ നടപടി എടുക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇങ്ങനെ കേരളത്തിനാകെ ഈ വിഷയത്തിൽ ഒരു പോരാട്ടം നടത്തേണ്ടി വരില്ലായിരുന്നുവല്ലോ. ഏതായാലും സമരം അവസാനിച്ചല്ലോ. സമരം അവസാനിക്കണം എന്നാണ് കേരളീയ സമൂഹവും ഇടതുപക്ഷവും ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ തന്നെ സമരം അവസാനിച്ചു. സമരം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വന്ന ജിഷ്ണുവിൻ്റെ അമ്മയോടും ജിഷ്ണുവിൻ്റെ കുടുംബങ്ങളോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും. ബാക്കി പ്രതികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. മുഴുവൻ പ്രതികളെയും ജയിലിലടക്കുമെന്ന് മാത്രമല്ല, അവർക്ക് ശിക്ഷ ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ ഈ കേസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ ഇടപെടും എന്നുള്ളതാണ്. ഇവിടെ സമരം എങ്ങനെയാണ് തീർന്നല്ലോ. ഇനിയിപ്പോൾ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമല്ലോ. അതിപ്പം വേണമെങ്കിൽ DGP ഓഫീസിന് മുന്നിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഒരുപക്ഷെ പ്രതികളെ പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ സമരത്തിന് പ്രസക്തി ഇല്ലല്ലോ. ഏതായാലും ഇപ്പം പ്രതികളെ പിടിച്ചു. ബാക്കി പ്രതികളെ പിടിക്കാൻ ആവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ കാണേണ്ടത് ഈ പ്രതികൾ ദുർബലരല്ല. പ്രതികൾക്ക് വേണ്ടി ഒരേ സമയം വേട്ടക്കാരന്റെയും ഇരയുടെയും കൂടെ ഇവിടെ ചില ആളുകൾ കൂടുന്നുണ്ട്. അത് UDFന്റെ നേതൃത്വമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ UDF ലീഡർഷിപ്പ് ഒരു ഭാഗത്ത് പ്രതിയുടെ കൂടെ കൂടുന്നു, മറുഭാഗത്ത് ഇരയുടെ കൂടെ കൂടുന്നു. ആരാണ് സഞ്ജിത് വിശ്വനാഥൻ, ആരാണ് പ്രവീൺ എന്നൊക്കെ നിങ്ങളൊന്നുകൂടി അന്വേഷിക്കുക. അപ്പൊ തിരിയുമല്ലോ കാര്യങ്ങൾ. എവിടെയാണ് ഇവർ ഒളിച്ചത്, ആരാണ് അഭയം കൊടുത്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമ്പോൾ തിരിയും. സ്വാശ്രയ കോളേജുകൾ വളരെ ശക്തരാണ്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അവർ പലതരത്തിലും പ്രതികളെ ഒളിപ്പിച്ചു. ഒടുവിൽ പ്രതികളെ പിടിക്കാൻ ആവശ്യമായ ഇതിൽ സർവ്വസന്നാഹവും എടുത്ത് കേരളത്തിലെ പോലീസും കേരളത്തിലെ സർക്കാർ പോലീസും നിർദ്ദേശം കൊടുത്തു. അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ എല്ലാം ഭാഗമായി ഇവിടെ പ്രതികളെ പിടിച്ചതിൽ ഇനിയിപ്പം പ്രവീണിനെ പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ, സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകൾ അല്ലെങ്കിലും പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുന്നു. എന്നിരുന്നാലും പ്രതികളെ പിടിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇതിന്റെ തുടർ നടപടികൾ, ഇനി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി വളരെ കൃത്യമായി കേസിനകത്ത് തെളിവുകൾ സമാഹരിക്കാനും നമുക്ക് ഈ കേസിൽ പോലീസിനെ ശരിയാണ്. ഏത് കേസായാലും അന്വേഷണത്തിൻ്റെതായ നടപടിക്രമങ്ങളും രീതികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ കാര്യങ്ങളെ നേരിടുന്ന രീതിയോടുള്ള ഒരു സമീപനമുണ്ടല്ലോ. ഇവിടെ ഒരു അമ്മ അവരുടെ എല്ലാ വൈകാരികതയാലും തനിക്ക് നഷ്ടപ്പെട്ട മകന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി അവർ ഒരു സമരസന്നദ്ധയായി. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവരോട് സ്വീകരിച്ച സമീപനം വല്ലാത്ത പിടിവാശിയുടേതാണ് എന്ന തോന്നലിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായാൽ തിരുത്തൽ വരുമോ? ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ കാണേണ്ടത്. ജിഷ്ണു പ്രണോയിമാർ കേരളത്തിനകത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്വാശ്രയ കോളേജുകൾ നിയന്ത്രിക്കപ്പെടണം. പക്ഷേ മീഡിയാസിന്റെ ഒരു കുഴപ്പം, ഞങ്ങൾ സ്വാശ്രയ കോളേജുകളുടെ ബാക്ക് ഫയലും സ്വാശ്രയ കോളേജിൽ നടക്കുന്ന പീഡനമൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊന്നും പറയേണ്ട, ഇപ്പം കാര്യം പറയാന്ന് പറയും. യഥാർത്ഥത്തിൽ നിങ്ങളും ആത്മാർത്ഥമായി നിൽക്കണം. ഈ ഒരു സോഷ്യൽ മിനേസ് അല്ലെങ്കിൽ ഈ സാമൂഹിക ദുരന്തം, സ്വാശ്രയ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാമൂഹിക ദുരന്തത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു സർക്കാർ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇടിമുറികൾ ഇടിച്ച് തകർക്കപ്പെടേണ്ടി വരും. സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് ജനങ്ങളെയും ഗവൺമെന്റിനെയും വെല്ലുവിളിക്കുന്ന കരുത്ത് അവർക്ക് ലഭിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ഇവിടെ ഈ ഒരു വിഷയം ലൈവായി നിൽക്കുമ്പോഴല്ലേ അമ്പലപ്പുഴയിൽ മറ്റേ വെള്ളാപ്പള്ളി നടേശൻ കോളേജിനകത്ത് ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്?
അപ്പൊ ഇതൊരു ഒരു ഒരു സൂചനയാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം ഇടിമുറികളും ഇത്തരം പീഡനങ്ങളും കേരളത്തിലെ പല സെൽഫ് ഫൈനാൻസിംഗ് കോളേജിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജിഷ്ണു പ്രണോയിമാർ ഇനി ഇല്ലാതിരിക്കാനുള്ള കരുതലാണ് കേരളീയ സമൂഹം സ്വീകരിക്കേണ്ടത്. ശരി, നിലപാട്. ഇതിൽ തർക്കമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും താങ്കൾ പറഞ്ഞിട്ടില്ല. ശ്രീമതി ടി പാർവതി, ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താണ് സർക്കാരിന് താങ്കളുടെ നോട്ടത്തിൽ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഇങ്ങനെ ഒരു സമരവുമായി ഒരു സ്ത്രീ, ഒരു കുടുംബം വന്ന വേളയിൽ അവർക്ക് പിന്നിൽ ബാഹ്യശക്തികൾ, രാഷ്ട്രീയ താല്പര്യം എന്നൊക്കെ ആരോപിക്കാനായിരുന്നു തിടുക്കം എങ്കിൽ ഒടുവിൽ ആ സ്ത്രീയുടെ സഹനവും ആ സ്ത്രീയുടെ സമരവും വിജയിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന് അഭിലാഷേ, പ്രധാനം പോലീസുകാർ ഇവിടെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ പെടുത്താൻ അത് പോലീസ് മാത്രമാണ് എന്ന് വളരെയധികം കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് കൃത്യമായി അറിയണം ഇവിടെ ഇടത് സർക്കാരാണ്, അവരുടെ നയം എന്താണ് എന്ന്. വെറുതെ ഊഹിച്ചാൽ പോരാ. ഇടത് സർക്കാർ ഇപ്പോൾ എടുത്ത ഇടം തന്നെ ഈ ഒരു നയം തന്നെ വരും വർഷങ്ങളിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേരള പോലീസിനുള്ള എൻ്റെ വിശ്വാസം അങ്ങേയറ്റം കൂടിയിരിക്കുകയാണ്. 3 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രതികളെയും പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പോലീസിന്, ഇച്ഛാശക്തി മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടേ നമ്മൾ പറയും ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് പോലീസ് എന്ന് പറയുന്ന കേരള പോലീസാണ്. ആവശ്യമുണ്ടെങ്കിൽ അവർ പിടിക്കും, പക്ഷെ ആവശ്യമില്ല. ആരുടെയൊക്കെയോ ആവശ്യം നമുക്ക് അനാവശ്യം എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമേ വരാറില്ല. 3 മണിക്കൂർ കൊണ്ട് ഇന്ന് വരെ കിട്ടാത്ത, ജാമ്യം കൊടുക്കാനാവാത്ത, മുൻകൂർ ജാമ്യമുള്ള തടസ്സങ്ങളുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി 3 മണിക്കൂർ കൊണ്ട് എല്ലാവരെയും പിടിക്കാൻ കഴിവ് കാണിച്ചു. സന്തോഷം, അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ കാര്യം, ഇത് ഇടത് സർക്കാരാണ്. 100% ഈ സ്വാശ്രയ മാനേജ്മെന്റിനെ മുഴുവനായി പൂട്ടാനുള്ള ഓർഡിനൻസ് കൊണ്ടുവരണം. ഈ ഒരു ജിഷ്ണു പ്രണോയിയുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് നിയമനിർമ്മാണം നടത്തി നിയമ നടപടികൾ ഉണ്ടാക്കി സ്വാശ്രയ കോളേജിന്റെ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഹനിച്ചുകൊണ്ട് അവരുടെ കൈയും കാലും വെട്ടിക്കളഞ്ഞ് അവർക്ക് കൃത്യമായി പഠിപ്പിക്കാനും മര്യാദയോടെ കുട്ടികളോട് പെരുമാറാനുമുള്ള നിയമത്തിന്റെ ഒരു അവർക്ക് തീർക്കണം. ഉദാഹരണമായി എടുത്ത നടപടി വേണമെന്ന് സ്വാഭാവികമായും ആവശ്യപ്പെടും താങ്കൾ. ശ്രീ കെ വേണു, ഇതിലുള്ള മറ്റൊരു പ്രശ്നം, ഇങ്ങനെ ഒരു പോലീസ് നടപടി ഉണ്ടായി. ആ പോലീസ് നടപടിയെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ 5 ദിവസം പ്രതിരോധിച്ചു എന്നുള്ളത് ആദ്യത്തെ കാര്യം. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഉറച്ചു വാദിച്ചു എന്ന കാര്യം. അതിനൊപ്പം ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച പൊതുപ്രവർത്തകരെ മാത്രമല്ല, ഈ സംഭവം നടന്നപ്പോൾ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഇപ്പോഴും നിയമ നടപടികൾ നേരിടുകയാണ്. അവർക്കെതിരെയുള്ള കേസുകൾ, അതായത് ഗൂഢാലോചന കുറ്റം, അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് സർക്കാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് സർക്കാരിന് താല്പര്യമില്ലാത്ത ആളുകളെ കേസുകളിൽ കുടുക്കുക, ഗൂഢാലോചനാവാദം ഉണ്ടാക്കുക, ബാഹ്യശക്തി എന്ന് പറയുക, അങ്ങനെ ഫ്രെയിം ചെയ്യുക തുടങ്ങിയ അപകടകരമായ ഒരു പരിസരത്തേക്ക് കൂടി ഈ വിഷയം വെളിച്ചം വീശുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ സമരം അവസാനിക്കുന്നതോടുകൂടി ആ കേസും ഇല്ലാതാവേണ്ടതാണെന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങളുടെ പേരിലാണ് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഗൂഢാലോചനയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കേസ് ഇപ്പോഴത്തെ ഈ സമരം തീരുമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ അടിസ്ഥാനരഹിതമായൊരു കേസായിട്ട് അത് നിലനിൽക്കുന്നു. അത് ഈ സമരം അവസാനിപ്പിക്കുന്നതോടുകൂടി ആ കേസ് പൂർണ്ണമായും പിൻവലിക്കപ്പെടേണ്ടതാണ്. അത് പിൻവലിക്കുന്നില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കുടുംബം അടക്കമുള്ളവരെല്ലാവരും കൂടി തന്നെ അതിനുവേണ്ടി സമരം ചെയ്യേണ്ടതാണ്. പൊതുസമൂഹം അതിനുവേണ്ടി തന്നെ നിലകൊള്ളേണ്ടതുമാണ്. മാത്രമല്ല ഇതിനോടൊപ്പം എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഇത്രയും നാളുകളായി ഈ കേസിൻ്റെ നടത്തിപ്പിൽ വന്നിട്ടുള്ള പാളിച്ചകൾ വളരെ വലുത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പോലീസിന് വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അറസ്റ്റുകൾ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ പലവിധ താല്പര്യങ്ങളുണ്ടായിരുന്നു. അത് ശരിക്കും അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കേസ് ഇപ്പോൾ സമരം തീർന്നതുകൊണ്ട് കേസിൻ്റെ ഇതുവരെയുള്ള നടത്തിപ്പും അതിൻ്റെ രീതികളും എല്ലാം തന്നെ ശുദ്ധമാണെന്നുള്ള യാതൊരു അർത്ഥമില്ല. അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്ര നീണ്ടുപോയത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കൂടി ഈ വിഷയം വിരൽ ചൂണ്ടുന്നുണ്ട്. ശരിയാണ്. ശ്രീ കിരൺ തോമസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. പൗരാവകാശ പ്രവർത്തകരെ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളുകളെ പോലീസ് ഒരു കഥയുണ്ടാക്കുന്നു, ഒരു ഗൂഢാലോചന തിയറി ഉണ്ടാക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു എന്നുള്ള സമീപനം ഇടത് സർക്കാരിന് നല്ല ഒരു സർക്കാരിനും ഭൂഷണമല്ലല്ലോ. ആ കാര്യത്തിലെ തെറ്റുതിരുത്താൻ സർക്കാർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
അല്ലാതെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പിന്നെ ഈ ഷാജഹാനെയും ഒക്കെ ജിഷ്ണുവിൻ്റെ കുടുംബം തന്നെ തള്ളി പറഞ്ഞു. ആ ഒരു ഗ്യാപ്പാണ് സർക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത്. അതായത് അവരെ ഒരിക്കലും ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് സർക്കാരിന് എന്താ നേട്ടം ഉണ്ടായത്? ഇന്നലെ വരെ ആരും അറിയാതിരുന്ന ഷാജഹാൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറി. ഇവരെ പ്രതികാര ബുദ്ധിയോടുകൂടി ഷാജഹാനെ വേട്ടയാടിയിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഷാജഹാൻ്റെ അമ്മ നിരാഹാരം കിടക്കും. ഞാൻ അന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് ഈ ഷാജഹാനെ എത്രയും പെട്ടെന്ന് ജയിലിൽ തുറന്നു പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിന് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവരെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇതിനോടുകൂടി പാർവതി പറഞ്ഞ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിൽ നിന്ന് മാറാതെ തന്നെ പറയുകയാണ്. കേരള പോലീസിന് മിടുക്കുണ്ടെന്നുള്ള വാദമാണ് പുള്ളിക്കാരി ഉന്നയിച്ചത്. ഞാൻ ഇനിയും അതിനെ ആശങ്കയോടെ കാണുന്നു. കാരണം കേരളത്തെ ഇതൊരു കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിൽ ചെന്ന് ആ കുറ്റപത്രം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ കേസ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമുക്കറിയാം FIRൻ്റെ മുകളിൽ ഈ FIR വെച്ചിട്ടാണ് കൃഷ്ണദാസ് മുൻകൂർ ജാമ്യം നേടിയത്. നമ്മളിതിനു മുൻപ് പ്രമാദമായ 4-5 കേസുകൾ നിങ്ങൾക്ക് എടുക്കാം. ഈ 5 കേസുകളും വിചാരണ കോടതിയിൽ നിന്ന് തന്നെ നമ്മൾ വലിയ കുറ്റം ആരോപിക്കപ്പെട്ട 2 വർഷത്തോളം ജാമ്യം കിട്ടാതിരുന്ന പ്രതികൾ പോലും കുറ്റവിമുക്തരാക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കുറ്റപത്രവുമായിട്ടാണ് ഇനി ഈ പോലീസുകാർ വരുന്നതെങ്കിൽ അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. നമ്മളിതിനകത്ത് നിതാന്തര ജാഗ്രത നമ്മൾ ഈ കുറ്റപത്രത്തിൽ വേണം. ഈ കേസ് നമ്മൾ സെൽഫ് ഫൈനാൻസിങ് കോളേജ് അതൊക്കെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ വിഷയമാണ്. പക്ഷേ ഈ കേസ് നിൽക്കണമെങ്കിൽ ഈ കേസ് നല്ലൊരു കുറ്റപത്രം വേണം. നമ്മൾ വ്യാജസാക്ഷിയോ അല്ലെങ്കിൽ പിന്നെ ഹീറസോ എവിഡൻസോ ഒക്കെ വെച്ചിട്ട് നമ്മൾ സൗമ്യ കേസ് എവിടെ എത്തിയെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ കേസിൽ ഈ പോലീസിനെ അഭിനന്ദിക്കാനൊന്നും ആയിട്ടില്ല, പോലീസിനെ അഭിനന്ദിക്കാൻ സമയമായിട്ടില്ല. കാരണം പോലീസ് ഇതുവരെയുള്ള എല്ലാ ഡാമേജും ചെയ്തു. അതായത് ഷാജഹാനെ അറസ്റ്റ് ചെയ്തു, തോക്ക് സമയം അറസ്റ്റ് ചെയ്തു, ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ പിന്നെ അവിടുന്ന് പിന്നെ അവർക്കെതിരെ കൂടെ ഗൂഢാലോചന കേസ് ചമച്ച് ഡിഫെൻഡ് ചെയ്ത് സർക്കാരിനെ നാറ്റിച്ചു. ഇനി ഇവർ ഈ കുറ്റപത്രം എങ്ങനെ ഉണ്ടാക്കി വെക്കുമെന്നും കൂടി നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ട് ഇത് സ്വയാശ്രയ കോളേജിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, അത് വേറൊരു വിഷയം. പക്ഷേ ഈ കേസ് നമ്മൾ തുടർന്ന് അന്വേഷിക്കേണ്ടത് ഈ കുറ്റപത്രം എങ്ങനെ വരുന്നു, ഈ കുറ്റപത്രം എങ്ങനെ അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സന്തോഷമുള്ള കുറ്റപത്രമാകരുത്. അങ്ങനെ നമ്മൾ ആയ കുറ്റപത്രം അഡ്വക്കേറ്റ് ആളൂർ പോലെ വാദിക്കാൻ അറിയാത്ത വക്കീൽ വാദിച്ചിട്ട് വരെ സുപ്രീം കോടതി എടുത്ത് അതാണ് സൗമ്യ കേസിൽ നടന്നത്. ശ്രീ എൻ ഷംസീർ, ഷാജഹാൻ, ഷാജർ ഖാൻ, മിനി, ശ്രീകുമാർ, ഹിമവൽ ഭദ്രാനന്ദ ഇവരുടെയൊക്കെ ഇനിയത്തെ അവസ്ഥ എന്താണ്? ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി DGP ഓഫീസിൽ ആക്രമണം നടത്താൻ വന്ന് ഗൂഢപദ്ധതി തയ്യാറാക്കി എന്നുള്ള നിലയിൽ കേസുമായി ഒരു കുറ്റപത്രവുമായൊക്കെ മുന്നോട്ട് പോകുമോ, അതോ സാമാന്യ ബുദ്ധിയുള്ള സമീപനം സ്വീകരിക്കുമോ? അവരിപ്പോൾ ജയിലിലാണല്ലോ ഉള്ളത്. അതെ. ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പോൾ കോടതിക്കകത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ അവർ ജാമ്യത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ജാമ്യം കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിനകർത്തം അവരുമായി ബന്ധപ്പെട്ട് ക്രൈം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കോടതിക്കകത്ത് ഇപ്പോൾ അവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ. സ്വാഭാവികമായും കേസിനകത്ത് ഇപ്പോൾ എല്ലാ കാലത്തും അവരൊന്നും ജയിലിൽ വെക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഈ കേസിനകത്ത് അവർക്ക് ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം. ഇപ്പൊ അതിനകത്ത് നിങ്ങൾ കാണണ്ട, ഇപ്പോൾ അദ്ദേഹം മറുഭാഗത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ കൃത്യമായി എനിക്ക് അറിയില്ല. അദ്ദേഹം സൂചിപ്പിച്ചു ഈ കേസ് ഇനി ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ ഇവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഉദയഭാനുവിനെ വെച്ചിരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഉദയഭാനുവിന്റെ Day 3 തന്നെ ഇവർ ആവശ്യപ്പെട്ടപ്പോൾ ഫാമിലി ഇൻട്രസ്റ്റ് ആണ്. ഫാമിലിയോട് ഞങ്ങൾ ചോദിച്ചു ഏത് വക്കീലിനെ വെക്കണം. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത പേര് ഉദയഭാനുവിന്റെ പേരാണ്. ഉദയഭാനു വളരെ സീനിയർ ലോയറാണ്. ആ ഒരു സീനിയർ ലോയറെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഇടപെടാനും അഡ്വൈസ് ചെയ്യാനും പോലീസിന് അഡ്വൈസ് ചെയ്യാനും സ്പെഷ്യൽ GP ആയി വെച്ചിരിക്കുന്നത് ഈ കേസ് ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഈ കേസ് ശിക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പലപ്പോഴും ഇവിടുത്തെ മീഡിയാസിനുൾപ്പെടെ സെൻസേഷന് വേണ്ടി ഇങ്ങനെ അങ്ങ് കഴിയാന്നല്ലാതെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് പലരും ആളും നോക്കാറില്ല. പക്ഷെ ലെഫ്റ്റ് അങ്ങനെയല്ല. ഒരു കേസിനകത്ത് ചാർജ് എടുക്കുന്നുവെങ്കിൽ, കേസ് ഫ്രെയിം ചെയ്യുന്നുവെങ്കിൽ ആ കേസിന്റെ അൾട്ടിമേറ്റ് ആ കേസിനകത്തെ പ്രതികൾ കൺവിക്ഷനാണ്. അപ്പൊ ഈ കേസ് കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ ഇടപെടൽ ഈ സർക്കാർ ഈ സ്പെഷ്യൽ പീഡർ വെച്ചതോടുകൂടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇപ്പൊ ഇവിടെ പാർവതി മാഡം സൂചിപ്പിച്ചു ഓർഡിനൻസ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓർഡിനൻസ് വരുമ്പം ഇനിയിപ്പോ എന്താ സ്ഥിതി? MAV കൊണ്ടുവന്നല്ലോ നിയമം, ആ നിയമത്തിന്റെ ചറകരിഞ്ഞ് കളഞ്ഞില്ലേ? ഞാൻ പറയുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഉദയഭാനു, എങ്ങനെയാണ് ഈ സമരം തീർന്നത്? മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മറ്റു പ്രതികളെ താമസം വിന നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുമെന്ന് സർക്കാരിന് വേണ്ടി പ്രതിനിധി സംഘത്തിന്റെ ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ കൊടുത്ത ഉറപ്പിൽ അവർ വിശ്വസിച്ചുകൊണ്ട് ഈ കരാറിൽ ഒപ്പിട്ടുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മഹിജയുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന്
മഹിജ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. പരിശോധിച്ച ശേഷം നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന മഹിജയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു. അല്ല, അത് ഈ പോലീസ് നടപടി, അത് ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിലെ പോലീസ് നടപടിയെ കുറിച്ചാണോ അതോ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണോ? കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല. 5-ാം തീയതി ഉണ്ടായി എന്ന് പറയപ്പെടുന്ന മറ്റു സംഭവങ്ങളുണ്ടല്ലോ, അത് ആ സംഭവങ്ങളെ സംബന്ധിച്ച് അത് സംബന്ധിച്ചൊരു ഉറപ്പ് കൊടുത്തോ? ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് 5-ാം തീയതിയിലെ പോലീസ് നടപടിയിൽ അവരുടെ ആക്ഷേപത്തിന് പാത്രമായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു. അങ്ങനെയുള്ളൊരു ആക്ഷേപം ഉള്ളതായിട്ട് അവർ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. അത് പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാം എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 5-ാം തീയതി ഉള്ള പോലീസ് നടപടിയിൽ ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണം നടത്തുകയായിരുന്നു എന്ന നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തു. അല്ല, അത് അഭിലാഷെ, അതിന്റെ നിലപാടിനെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ചർച്ചാ വിധേയമായതല്ല. ഈ കാര്യം ആ വീട്ടുകാർക്കുള്ള ആശങ്കയും ആക്ഷേപവും അത് മുഖ്യമന്ത്രി അവർ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അല്ല, ഇക്കാര്യത്തിൽ ഈ നമുക്കറിയാവുന്നതുപോലെ IG-യുടെ റിപ്പോർട്ടിൽ നടപടി ശുപാർശയില്ല. പോലീസിന്റെ റിപ്പോർട്ടിൽ നടപടി ശുപാർശ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം, പരിശോധനയിൽ അങ്ങനെ ഒരു നടപടി ശുപാർശ ഉണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? അതെ, മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതായത് ഇപ്പോ ഉള്ളതല്ലാതെ വേറെ എന്തെങ്കിലും അന്വേഷണം നടക്കുമോ ഇക്കാര്യത്തിൽ? ആവശ്യമെങ്കിൽ കൂടുതൽ പരിശോധന മുഖ്യമന്ത്രി നടത്താനായിട്ട് ഉള്ള സാഹചര്യം വരുന്ന പക്ഷം അത് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് സ്വീകരിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനും കൂടെ അടിസ്ഥാനത്തിൽ നടപടിക്ക് വിധേയമാവും. അല്ല, അക്കാര്യത്തിൽ അവർക്ക് ഡിമാൻഡില്ല. ഇപ്പോൾ IG-യുടെ റിപ്പോർട്ട് എന്താണെന്ന് അവർക്ക് അറിയാമല്ലോ. അല്ല, ആ ഡിമാൻഡ് മാത്രമല്ല, അവര് മഹിജ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇവരെ കുറ്റക്കാരായിട്ട് ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ്. നിയമപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയാണ് നാളെ എപ്രകാരം വേണം തീരുമാനിക്കേണ്ടത്. ബാക്കി ഇപ്പോൾ 10 ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് അവർ പറയുമ്പോൾ ഈ ആവശ്യങ്ങൾ അവർ നേരത്തെ ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ തന്നെയല്ലേ? അഡ്വക്കേറ്റ് ഉദയഭാനു, ഫൈൻ, അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായി എന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ കിരൺ, താങ്കൾ നേരത്തെ സംസാരിച്ച വിഷയത്തിൽ കൂട്ടിച്ചേർക്കലിന് ആവശ്യം. അതായത് ഇതിനകത്ത് ലെഫ്റ്റാണ് അല്ലെങ്കിൽ റൈറ്റാണ് എന്നൊന്നും ഇതിനകത്ത് പ്രാധാന്യം. 2 ഉദാഹരണം പറയാം. ഒന്ന്, ജിഷ കേസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് യഥാർത്ഥ കുറ്റപത്രം സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ TP വധക്കേസ്. ഈ 2 കേസും നിങ്ങൾ നോക്കുക. TP വധക്കേസിൽ നമ്മളെല്ലാവരും 2 വർഷം ജാമ്യം ലഭിക്കാതിരുന്ന മോഹനമാഷനും കൂട്ടരും വിചാരണ കോടതി വെറുതെ ഇവിടെ ഉണ്ടായത്. അതായത് ജിഷ കേസിൽ നമ്മൾ ഫോറൻസിക് റിപ്പോർട്ടാണ്, നമ്മൾ ഷെർലി വാസുവിൻ്റെ കണ്ടെത്തലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൗമ്യ കേസ്, ആ കണ്ടെത്തൽ എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം സുപ്രീം കോടതി. അതിന് ഇതൊരു ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സങ്കല്പം കേസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്? അതായത് നമ്മൾ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണോ കേസ് ഫ്രെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചുമ്മാ കേസ് ഫ്രെയിം ചെയ്യുന്നത്? കേസ് നമ്മൾ ഇനി ഒരു ഔട്ട്ലുക്ക് തന്നെ മാറേണ്ടത്, നമ്മുടെ ഒരു അന്വേഷണാത്മക ഔട്ട്ലുക്ക് തന്നെ മാറേണ്ടത് കുറ്റപത്രം എങ്ങനെ സമർപ്പിക്കുന്നു, കുറ്റപത്രം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, കുറ്റപത്രം എങ്ങനെ നിൽക്കുന്നു എന്നതാണ്. അതിനെ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും മുന്നണിക്കെതിരെ പറഞ്ഞതല്ല. കാരണം പോലീസ് എങ്ങനെയാണ് ചെയ്യുന്നത്? പോലീസ് പ്രതികളെ പിടിച്ചാൽ മാത്രം പോരാ, പ്രതികളെ പിടിക്കുന്നത് നമുക്ക് കയ്യൊക്കെയുള്ളവർക്കോ അല്ലെങ്കിൽ ഇച്ചിരി ഇൻവെസ്റ്റിഗേഷൻ, അതായത് കുറ്റപത്രം ഉണ്ടാക്കി അവരെ ശിക്ഷിപ്പിക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും വിജയം. അതിന് അഡ്വക്കേറ്റ് ഉദയഭാനുവിന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും കുറ്റപത്രം വാദിക്കാനല്ലേ കഴിയുള്ളൂ. കുറ്റപത്രം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. അത് ചെയ്യേണ്ടത് ആ ഒരു തരത്തിലുള്ള ഇൻവോൾവ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞത്, പക്ഷേ അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ. പോലീസ് എങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ശ്രീ ജേക്സി തോമസ്, എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അവിടെയുള്ള മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ പ്രവണതകൾ ചോദ്യം ചെയ്തു, സംഘടനാ പ്രവർത്തനം നടത്തി, അവിടെ നിങ്ങളുടെ സംഘടന തന്നെ ഉണ്ടാക്കാനുള്ള തരത്തിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഉണ്ടാക്കി. ആ നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചതിനാണ് ഒരു ചെറുപ്പക്കാരന്, ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടായത്. അത് ഏത് തരത്തിലൊക്കെ പ്രതിരോധിക്കപ്പെടണം, അത് ഏത് തരത്തിലൊക്കെ അന്വേഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ലല്ലോ. ഇവിടെ മഹിജ എന്ന സ്ത്രീക്ക് നീതി തേടി ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്ന സാഹചര്യം തന്നെ ഒഴിവാക്കണമായിരുന്നു എന്ന അഭിപ്രായം SFIയെ സംബന്ധിച്ചില്ല. ഇവിടെ സർക്കാരിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ട യാതൊരു ഉദ്ദേശവും അല്ലെങ്കിൽ അങ്ങനെ യാതൊരു കാര്യവും നിങ്ങളെ സംബന്ധിച്ചില്ലല്ലോ. ഇവിടെ ഉദയഭാനു ഇപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി, പോലീസ് ആക്ഷൻ സംബന്ധിച്ച് അതിൽ വീഴ്ചയില്ല എന്ന നിലപാടിൽ ഇനിയും സർക്കാർ പിടിച്ചു തൂങ്ങരുത് എന്ന് ധൈര്യമുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ SFIക്ക് സാധിക്കുമോ? അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, ഈ മഹിജയുടെ പ്രശ്നം
അമ്മയുടെ പ്രശ്നം DGP ഓഫീസിന് മുമ്പിൽ ഉണ്ടാകുന്ന ദിവസം തന്നെ ഈ ചാനലിലടക്കം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങൾക്കും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഒരു റിലീസ് നൽകിയിരുന്നു. അതിൽ ഞങ്ങളുടെ നിലപാട് സുവ്യക്തമായി ഞങ്ങൾ അന്നേ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് ജിഷ്ണുവിൻ്റെ അമ്മയോടും ആ കുടുംബത്തോടും ഒപ്പം തന്നെയാണെന്നും അന്നത്തെ പോലീസ് നടപടിയിൽ അല്പം കൂടെ സമചിത്തത പാലിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പത്രപ്രസ്താവന ഞങ്ങൾ നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലൊരു ക്ലാരിറ്റിയുടെ കുറവ് അല്ലെങ്കിൽ ഒരു വ്യക്തത കുറവ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അല്ല, ഇക്കാര്യത്തിൽ ഈ സമചിത്തത പാലിക്കൽ എന്നുള്ളത് അങ്ങനെ ഒരു ഉപദേശമല്ലല്ലോ. വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്. വീഴ്ച എന്നുള്ളതിനെ സാമാന്യമായ ഒരു വീഴ്ച എന്ന് കാണാനുമാകില്ല. കേരളത്തിൻ്റെ മനസാക്ഷി പിന്തുണയ്ക്കുന്ന ഒരു സമരത്തെ, ഒരു സ്ത്രീയെ, ഒരു കോസിനെ ഈ നിലയ്ക്ക് പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറെ കൂടിയൊക്കെ സംയമനം പാലിച്ച് ചെയ്യാമായിരുന്നു എന്ന ഒരൊറ്റ വാചകത്തിൽ ഒതുങ്ങുന്നതല്ലല്ലോ. തീർച്ചയായിട്ടും അഭിലാഷ്, അത് അങ്ങനെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇത്തരത്തിലൊരു ആത്മഹത്യ രക്തസാക്ഷിത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടായപ്പോൾ അതിനെതിരെ ഏറ്റവും മികച്ച ഫ്രെയിംവർക്കിൽ കേസുകളെടുത്ത് അതിലെ ഒന്നാമത്തെ പ്രതിയായിട്ട് ആ സ്വാശ്രയ ലോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കൃഷ്ണദാസിനെ പ്രതിയാക്കാൻ ആർജവും തന്റെടവും കാണിച്ചത് ഈ പോലീസും ഈ സർക്കാരുമാണ്. അത് ചെറിയൊരു കാര്യമല്ല. അത് കാണാതെ മുന്നോട്ടേക്ക് പോകുന്നതിലും അർത്ഥമില്ല. ഈ അമ്മ ഏറ്റവും കൂടുതൽ കരഞ്ഞത് DGP ഓഫീസിന് മുന്നിൽ വെച്ചിട്ടായിരുന്നില്ല. ആ അമ്മയുടെ മകൻ മരണപ്പെട്ട് രക്തസാക്ഷിത്വം ഭരിച്ച ദിവസമായിരുന്നു. അന്ന് ഞങ്ങളായിരുന്നു ഈ നാട്ടിലെ 80% കോളേജുകൾക്കും 80% മാധ്യമങ്ങൾക്കും പ്രമുഖ കോളേജ് ആയിരുന്ന കൃഷ്ണദാസ് എന്ന് പറയുന്നത് പ്രമുഖ കോളേജിന്റെ ഉടമ മാത്രമായിരുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്ത ആ കോളേജിനുള്ളിലേക്ക് കയറി ഇടിമുറികളെ നിഷ്പ്രഭമാക്കിയ ഘട്ടത്തിൽ മാത്രമാണ് ആ അമ്മയുടെ കണ്ണീരിന് സാർത്ഥകമായ ഒരു ഫലമുണ്ടായത്. അപ്പോൾ മാത്രമാണ് ജിഷ്ണുവിന് ആദ്യഘട്ടത്തിൽ നീതി ലഭ്യമാകുന്ന ഒരു ഘട്ടമുണ്ടായത്. അങ്ങനെ SFIയുടെ സമരത്തിന് ശേഷം മാത്രമാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ മുഖ്യധാര മാധ്യമങ്ങളും പ്രമുഖ കോളേജ് എന്നത് നെഹ്റു കോളേജും ആ നെഹ്റു കോളേജിന്റെ പ്രമുഖ കോളേജിന്റെ ഉടമ എന്നത് കൃഷ്ണദാസുമാണെന്ന് പറയാനുള്ള ആർജവും തന്റെയും വൈകിയാണെങ്കിലും ഞങ്ങളുടെ മാധ്യമം ഒന്നാം ദിവസം മുതൽ ഈ സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മാധ്യമമാണ്. അത് ഏത് കോളേജ് എന്ന് പറഞ്ഞ് ആരാണ് ഈ കോളേജിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് മറ്റാർക്കും തള്ളിക്കളയാൻ സാധിക്കില്ല. അത് ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും ആ കോളേജിലെ വിദ്യാർത്ഥികളും ഉറച്ചു പറയുന്ന കാര്യമാണ്. എന്തായാലും അക്കാര്യത്തിൽ താങ്കൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. SFIയും ആ നിലയ്ക്ക് തന്നെ നിലപാട് സ്വീകരിച്ചതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻകാല ചർച്ചകളിൽ ഉണ്ടാകും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ഇത് ആരുടെ കോളേജെന്നോ ആര് നടത്തുന്ന കോളേജെന്നോ എന്നുമുള്ള യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം മുതൽ, ആദ്യത്തെ വാർത്ത മുതൽ അങ്ങേയറ്റത്തെ നീതിബോധത്തോടു കൂടി ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മടങ്ങിയെത്താം. ശ്രീ കെ വേണു, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളോട് തോൽക്കുക എന്നുള്ളത് ഒരു തരത്തിലും ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ പോരായ്മയായി കാണാൻ സാധിക്കില്ല. അത് നല്ല കീഴ്വഴക്കം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇനിയും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ധാരാളം വിഷയങ്ങളില്ല. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അതിൽ ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുക, ഈ ഒരു കോസിന് വേണ്ടി പോരാടുന്ന ബന്ധുക്കളെ അടക്കം മോശക്കാരായി ചിത്രീകരിക്കുന്ന വിധത്തിൽ അവർ കൃഷ്ണദാസിൻ്റെ പണം വാങ്ങിച്ച് വന്നവരാണ്, അവർ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ രാഷ്ട്രീയ താല്പര്യം കൊണ്ടുവന്നവരാണ് എന്നതടക്കമുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ ഇവരെ ആകെ മോശക്കാരാക്കാനുള്ള ഒരു ശ്രമം, അതിനൊപ്പം ഇത് മറ്റ് തലത്തിലുള്ള ശക്തികൾക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്ന ഒന്നാണ് എന്ന് വരുത്തി തീർക്കൽ, ഈ വിഷയങ്ങളിലൊക്കെ സർക്കാർ ഒരു വ്യക്തത വരുത്തി, ഈ പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ ഇത് ഉന്നയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു വ്യക്തത വരുത്തി, അങ്ങനെ മാത്രമല്ലേ ഈ സമരവും ഈ വിഷയവും അവസാനിപ്പിക്കാൻ സാധിക്കൂ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഷയം മൊത്തം കൈകാര്യം ചെയ്തതിൽ സർക്കാരിന് പറ്റിയിട്ടുള്ള വീഴ്ചകൾ തന്നെ അത് സ്വയം ബോധ്യമാകുന്ന രീതിയിൽ അവർ തിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ചിട്ട് പാർട്ടി നേതൃത്വമായാലും പോലീസ് സംവിധാനമായാലും ഒരു തെറ്റും കാര്യമായിട്ട് പറ്റിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അവസാനം ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായി അവരുടെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയുടെ സമീപനത്തിലും മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു പാഠം പഠിക്കാൻ പോകുന്നു എന്നും നമുക്ക് കരുതാൻ വഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം ഇതേപടി തന്നെ തുടരും. ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇനിയും പല വിഷയങ്ങളുണ്ടാകുമ്പോൾ സമരം ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ സമരം ചെയ്താൽ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. മാത്രമല്ല ഇപ്പോഴത്തെ ഈ അവസാനം ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നേട്ടം ഇതിലുണ്ടായോ എന്നുള്ള വിഷയവും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പ് ഉണ്ടായ നടപടികളിൽ പോലീസുകാർക്കെതിരായി നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പല്ല പിണറായി വിജയൻ നൽകിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും നടപടികളൊന്നും ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളൊരു വശമുണ്ട്. എങ്കിൽ തന്നെയും മൊത്തത്തിൽ ഈ സമരം അവസാനിച്ചത് നല്ലതായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പ്രശ്നമാണ്. ശ്രീമതി ജി പാർവതി, ഇന്നിപ്പോൾ നേരത്തെ ശ്രീ കിരൺ തോമസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സോളിഡാരിറ്റിയും SUCIയും ഒക്കെ ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്ത സമരമാണ് എന്നൊക്കെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള ധൈര്യം ഒരു IG സംബന്ധിച്ചുണ്ട്. ആ IG പ്രതിഷേധക്കാരുടെ മുഖത്ത് നോക്കി അവരുടെ നേരെ കൈ ചൂണ്ടി IG-യോടാണോടാ കളി എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിനെ സംബന്ധിച്ച് ബാഹ്യശക്തി, ഗൂഢാലോചന എന്നൊക്കെ ആവർത്തിക്കാനും അത് റിപ്പോർട്ടായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് കൊടുക്കാനും ഒന്നും യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഇങ്ങനെ ശക്തമായ ജനരോഷം ഉണ്ടായി, കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വന്നു എന്നുള്ളതൊരു പാഠമാകും. ഇതൊക്കെ മാറും, ഇനി ഉണ്ടാകില്ല എന്നൊക്കെ കരുതണോ? ഞാൻ കിരൺ തോമസ് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ കേരള പോലീസിനെ ഞാൻ അങ്ങ് പുകഴ്ത്തി എന്നുള്ളതല്ല. അവർക്ക് ആ കഴിവുണ്ട്. അവർക്ക് വേണ്ടി വന്നാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം നമുക്കറിയാം, പ്രാഥമികമായി കേസ് അന്വേഷണം തെറ്റിപ്പോയ ഒരു കേസ് നമ്മുടെ നാട്ടിൽ തെളിഞ്ഞിട്ടില്ല, അഭയ ഉൾപ്പെടെ. എല്ലാത്തിനും പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ആ മുറിയിൽ രക്തം പുരണ്ടത് അന്വേഷിച്ചത് കഴുകിക്കളയാൻ അനുവദിച്ച തുടങ്ങി എത്രയോ കാര്യങ്ങളിൽ പിഴവ് ജിഷ്ണുവിൻ്റെ കാര്യത്തിലുണ്ട് എന്ന് ഒക്കെ നമുക്കറിയാം. ആ കേസുകളിൽ അവിടുത്തെ പ്രാഥമികമായ പാളിച്ച എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റും സമ്മതിച്ച കാര്യമാണ്. എന്നാൽ പോലീസിന് ആവശ്യമുള്ള ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ ഗൂഢാലോചന എന്ന് പറഞ്ഞ ആൾക്കാരെ പെടുത്തുന്ന കാര്യത്തിൽ അത് അവർ എഴുതി ചേർക്കുന്ന ഒരു വകുപ്പും തെറ്റില്ല. അവർ കൃത്യമായി എഴുതും. അവരുടെ സാമർഥ്യമാണത്. അപ്പോൾ അതിനകത്ത് ഈ പ്രാവശ്യം ഈ സ്വാതന്ത്ര്യം ഗവൺമെൻറ് കൊടുത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, പോലീസ് ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ നമുക്കറിയാം മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്നത് തുടങ്ങി. കേരളത്തിൽ ഇടത് സർക്കാർ ഭരണത്തിൽ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഇടത് സർക്കാരിനെ പ്രതിസന്ധിയാക്കിയ എല്ലാ വിഷയങ്ങളും നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. എല്ലാം പോലീസ് ഉണ്ടാക്കിയ കെണിയാണ്, പോലീസ് ഉണ്ടാക്കിയ കുഴപ്പമാണ്. പോലീസ് 100% സർക്കാരിന് വിരുദ്ധമായി സർക്കാർ പറയുന്ന നയമല്ല സ്വീകരിക്കുന്നത്. എന്നിട്ട് എല്ലാ പ്രാവശ്യവും നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മാപ്പ് പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മാപ്പ് പറയേണ്ടി വരുന്നു. അദ്ദേഹം പിന്നീട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു. 13-14 പേര് സസ്പെൻഷനായി. അപ്പം ആ നിലയ്ക്ക് അതിൻ്റെ ഏറ്റവും തുടർച്ചയാണ് മനോജ് എബ്രഹാം IPS അദ്ദേഹത്തിനെ ഈ പോലീസിനെ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ഒക്കെ വിമർശനം കേൾക്കുന്നത്, ഇതിൻ്റെ ഒക്കെ ആക്ഷേപം കേൾക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. സൈബർ സഖാക്കൾക്ക് അപ്പോൾ ഓരോ ന്യായീകരണ പ്രബന്ധം എഴുതാം, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിനപ്പുറത്ത് ജനങ്ങളുടെ മുൻപിൽ ഉണ്ടാകുന്ന അവമതിപ്പ് വളരെ വലുതായിരിക്കില്ലേ? പോലീസ് ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നിരീക്ഷണമുണ്ടോ? ഇപ്പോൾ ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ 2016 മെയ് 25 സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ റിക്രൂട്ട് ചെയ്ത പോലീസല്ല. ആ പോലീസ് നേരത്തെയുള്ള പോലീസാ. അപ്പം മഴ പെയ്താലും മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ UDFന്റെ കാലത്തുണ്ടായ ചില ജീർണിച്ച സ്വഭാവങ്ങൾ പോലീസിനകത്തുണ്ടായപ്പോൾ ആ പോലീസിന് റെക്ടിഫൈ ചെയ്തു. അതിന്റെ ഭാഗമാണ് വീഴ്ച സംഭവിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിച്ചത്. ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ കേരളത്തിലെ പോലീസാണ് ഇന്ത്യയിലെ പോലീസ് സേനയിൽ കേസുകൾ കൃത്യമായി അന്വേഷിക്കുന്നതും കൺവിക്ഷൻ റേറ്റുള്ള കേസുകൾ എടുക്കുന്നതും. അപ്പോൾ കേരളത്തിലെ പോലീസ് സേന മോശമാണ് എന്ന ആക്ഷേപം ഞങ്ങൾക്കില്ല. അപ്പൊ പോലീസിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് പെശകൾ കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ. ശ്രീ ശ്രീജിത്ത്, ജിഷ്ണുവിന്റെ അമ്മാവൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ശ്രീജിത്ത്, അവിടെ അന്ന് 5-ാം തീയതി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ നിങ്ങളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിലാണോ സമരം അവസാനിപ്പിച്ചത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മഹിജയെ തന്നെ ഫോണിൽ വിളിച്ച് ആ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, മഹിജ പറഞ്ഞു എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, എന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നു. അത് എഗ്രിമെന്റ് ആയി, കരാറായി മുഖ്യമന്ത്രി അയച്ച പ്രതിനിധികൾ ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. അല്ല, അത് നടപടിയെടുക്കും എന്ന് കൃത്യമായ ഉറപ്പാണോ, അതോ ആ ആക്ഷേപം പരിശോധിച്ച് അതിന്മേലുള്ള റിപ്പോർട്ട് എന്താണോ അത് നോക്കി അതിനനുസൃതമായ നടപടിയെടുക്കുമെന്നോ? യെസ്,
അന്വേഷണം എന്നുള്ള വാചകം പോലുമില്ല. മഹിജയുടെ വാക്ക്, ആ അമ്മയുടെ വാക്ക് വിശ്വസിച്ച് നടപടി എടുക്കുമെന്നാണ് ആ അഗ്രിമെന്റിലുള്ളത്. അതായത് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച കന്റോൺമെന്റ് AC, മ്യൂസിയം CI തുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കും. തീർച്ച. അതിന്റെ ഉറപ്പ് ഈ സംഘം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വാക്കിലും അതിയായ വിശ്വാസമാണ്. അല്ല, അക്കാര്യത്തിൽ നേരത്തെ നിങ്ങളോട് മീഡിയേറ്ററായി സംസാരിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദയഭാനു പറഞ്ഞത് ഇക്കാര്യത്തിൽ ലഭിക്കുന്ന പരിശോധനാ റിപ്പോർട്ടിനനുസരിച്ച് നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കും, പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചതെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കൃത്യമായി ഒന്നുകൂടി ആവർത്തിക്കൂ. നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന രേഖാമൂലമുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? രേഖാമൂലമുള്ള ഉറപ്പുണ്ട്. അതിന്റെ കോപ്പി അരമണിക്കൂറിന് അകം ഞങ്ങളെ കയ്യിൽ എത്തിക്കും. അത് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകും. അത് ആ ഒത്തുതീർപ്പിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തെ തുടർന്ന് നടപടിയെടുക്കും എന്ന് പോലും ആ റിപ്പോർട്ടിൽ ഇല്ല. മഹിജയുടെ വാക്ക്, മർദ്ദനമേറ്റ മഹിജയുടെ വാക്ക്, ജിഷ്ണുവിനെ പ്രസവിച്ച വയറിനേറ്റ മർദ്ദനമേറ്റ മഹിജയുടെ വാക്ക് മുഖ്യമന്ത്രി വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ക്രിമിനലായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പ്. എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ശ്രീജിത്ത്. ഒന്ന്, നിങ്ങളുടെ സമരത്തെ സഹായിച്ച് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന ആളുകളുണ്ടല്ലോ, ഷാജർ ഖാനും മിനിയും അടക്കമുള്ള ആളുകൾ. ഒപ്പം നിങ്ങളുടെ സമരം നടക്കുമ്പോൾ യാദൃശ്ചികമായി അവിടെ വന്നുപെട്ട ആളുകളുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അകത്ത് കിടക്കുകയാണ്. ഇവർക്ക് നീതി ലഭ്യമാക്കണം എന്ന ഒരു വാദമോ ആവശ്യമോ നിങ്ങൾ മുന്നോട്ട് വെച്ചില്ലേ? തീർച്ചയായും അവരുടെ ഓരോരുത്തരുടെയും സംബന്ധിച്ച് ഞങ്ങളുടെ അറിവ് ഇവരെ ബോധ്യപ്പെടുത്തി. അവർക്ക് ആ ബോധ്യം ധരിപ്പിക്കും എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യത്താൽ അവർക്ക് നീതി കിട്ടാൻ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അവർക്ക് നീതി ലഭിക്കുന്നത് സംബന്ധിച്ച എന്ത് ഉറപ്പാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്? ഒന്ന്, സർക്കാരിന് ഇഷ്ടമില്ലാത്ത KM ഷാജർ ഖാനെ പോലെയുള്ള ആളുകൾ, പിന്നെ വളരെ ഫലപ്രദമായി ജനങ്ങൾക്ക് മുൻപിൽ അവമതിപ്പുള്ള, അതേസമയം സർക്കാരിന് മനോഹരമായൊരു കഥ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന തോക്ക് സ്വാമി, ഇവരൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിൽ യാതൊരു കാര്യവുമില്ലാതെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിക്കുന്ന കൃത്യമായ എന്തെങ്കിലും ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? അവിടെ ഉണ്ടായ വസ്തുതകൾ ബോധ്യപ്പെട്ടാൽ തന്നെ ഇപ്പോൾ അവർക്ക് നീതി ലഭ്യമാക്കേണ്ടത് നീതിപീഠമാണ്. അവർക്ക് ബോധ്യപ്പെടുത്താൻ ആവശ്യമായി ഈ എഗ്രിമെന്റിന്റെ കോപ്പി ഉൾപ്പെടെ നൽകി ഷാജർ ഖാനെയും മിനിയെയും ഞങ്ങൾ സഹായിക്കും. അല്ല, മറ്റുള്ള ആളുകൾ ഇപ്പോ അവർ ചെയ്ത തെറ്റെന്താണ്? അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞത് തോക്ക് സ്വാമി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളുടെ കാര്യം ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, അവർ എന്തായാലും നിങ്ങളുടെ കൂടെ വരികയോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയോ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യം ഞങ്ങൾക്ക് മാത്രമല്ല ഈ സർക്കാർ പ്രതിനിധികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ AN ഷംസീർ, അവസാനമായി ഈ കേസ് ഉപേക്ഷിക്കാൻ ഉള്ള സന്നദ്ധത സർക്കാർ കാണിക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ ഈ കേസ് കോടതിയിലേക്കാണ്, അല്ലെങ്കിൽ അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയുള്ള കാര്യം. അതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ ഒരു കുറ്റപത്രവുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുമോ? ഇവിടെ കിരൺ എന്ന് പറയുന്ന വ്യക്തി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഈ സർക്കാർ പ്ലേയിങ് ടു ദ ഗാലറി അല്ല. UDFന്റെ കാലത്ത് പ്ലേയിങ് ടു ദ ഗാലറി ആയതുകൊണ്ടാണ് TP കേസിനകത്ത് അനാവശ്യമായ രീതിയിൽ കുറെ ആളുകൾ ഉൾപ്പെടുത്തി. അതിന്റെ പരിണിത ഫലമാണ് കേസ് പൊളിഞ്ഞുപോയത്. എനിക്ക് ഇപ്പോഴും പൂർണ്ണ ബോധ്യമുണ്ട്, വളരെ നിഷ്പക്ഷവും നീതിപൂർവമായ TP കേസ് ഹൈക്കോടതി ട്രയൽ നടന്നാൽ ഓൾ അക്യൂസ്ഡ് ഷുഡ് ബി അക്യൂറ്റഡ്, എല്ലാവരും വെറുതെ വിടപ്പെടും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഗാലറി കാണിച്ച് പത്രക്കാരെ കൂട്ടി ആളെ കൂട്ടിക്കൊണ്ടുവന്ന് വെറുതെ ഷോ ഓഫ് കളിക്കാനില്ല. പക്ഷേ ഈ കേസിനകത്തെ മുഴുവൻ പ്രതികളെയും കൺവിക്ട് ചെയ്യും എന്ന് ഉറപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ കേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഇടപെടും സർക്കാർ. അതിനുവേണ്ടി സ്പെഷ്യൽ GP ആയിരിക്കുന്ന ഈ പറയുന്ന ഇദ്ദേഹത്തെ വെച്ചിട്ടുള്ളത്, ഉദയഭാനുവിനെ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജിഷ്ണു പ്രണോയിമാർ ഇനിയും ഉണ്ടാകാൻ പോവുകയാണ്. ജിഷ്ണു പ്രണോയിയുടെ അനുഭവത്തിൽ നിന്നും സ്വാശ്രയ മാനേജ്മെന്റ് ഒരു ദിവസം കോളേജ് അടച്ചിട്ടു. അന്ന് നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾ മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി ശ്രീ AN ഷംസീർ, ശ്രീ JC തോമസ്, ശ്രീമതി T പാർവതി, ശ്രീ കിരൺ തോമസ്, ശ്രീ K വേണു ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചതിനൊപ്പം ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്തിനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനുവിനും നന്ദി.